നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മുണ്ടൂർ റോഡിലുള്ള ദീപാഞ്ജലി വിളക്ക് മ്യൂസിയത്തിലാണ്. ഹോമിയോ ഡോക്ടറായ ശ്രീ പ്രസാദ് സാറിൻ്റെ വീടാണിത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിളക്കുകളുടെ വൻ ശേഖരം. 10 തലയും 10 തിരിയും ഉള്ള രാവണ വിളക്ക്, മഹാലക്ഷ്മി വിളക്ക്, അലാവുദ്ദീൻ വിളക്ക് തുടങ്ങിയ നിരവധി വിളക്കുകൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ അത്ഭുത വിളക്കുകളുടെ വൻ ശേഖരത്തിലേക്ക് പോകാം. ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന വിളക്കുകളുടെ വൻ ശേഖരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ വിളക്കും ഓരോ കാലഘട്ടത്തിൻ്റെ കഥകൾ നമ്മോട് പറയുന്നു. ഇതാണ് നമ്മുടെ പഴയ ഞാൻ ഇസ്ലാമിക വിളക്ക് എന്ന് പറഞ്ഞില്ലേ, അത് അതിനകത്ത് ആ 4 ട്യൂബാണ്. അതിന്റെ മുകളിൽ വർക്ക് കണ്ടോ? ആ വർക്ക് ഒട്ടവൻ ആർട്ട് വർക്കാണ്. അത് പഴയ ഒട്ടവൻ ടർക്കിയിലൊക്കെ ഉണ്ടായിരുന്നത് ആർട്ട് വർക്കാണ്. അത് വളരെ മനോഹരമായത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടു. പിന്നെ നിങ്ങൾക്ക് ആകാശങ്ങളെ നോക്കിക്കുന്ന വിളക്കുണ്ട്, നല്ല രാവണന്റെ വിളക്ക്. 10 തലയും 10 തിരി. ഞാൻ യൂട്യൂബിൽ കണ്ടില്ല. അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് കയറി രാവണന്റെ വിളക്ക് എന്ന് പറയുന്നത് തലയും 10 തിരി. ലക്ഷ്മി വിളക്കുണ്ട്. അല്ല, നിങ്ങൾക്ക് പല രൂപത്തിലൂടെ പല സൈസിലൂടെ കാണാം. ഇതുകൂടെ കാണാം, ഇതുകൂടെ കാണാം, വിളക്ക് കാണാം. ഇവിടെ ഇതിവിടെ മറ്റേതാണ്, മദർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്ത്യൻസിൻ്റെ ആൾക്കത്. അവിടെ 2 ട്യൂബുകളുണ്ട്, ഇവിടെ 1 ട്യൂബുകൾ കാണാം. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു നമ്മൾ ആരാധിച്ചിരുന്നത്. നമ്മൾ ആരാധിച്ചിരുന്ന സൂര്യനും ചന്ദ്രനെയായിരുന്നു. ആ സൂര്യനും ചന്ദ്രനെ ആരാധിച്ചുകൊണ്ട് കണ്ടത് ഇവിടെ കണ്ടോ? ആ വിളക്കിൽ, ഈ വിളക്കിൽ ഒരു ഭാഗത്ത് ഒരു ഫുൾ റൗണ്ട് കാണുന്ന സൂര്യനും ഹാഫ് റൗണ്ട് കാണുന്ന ചന്ദ്രൻ കാണും. അതിന് നടുക്കൊരു കതിരടയാണ്. അത് കതിരട നമ്മൾ അഗ്രികൾച്ചർ പ്രോസ്പെക്ട്, കൃഷിയൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇല്ലെങ്കിലും തമിഴ്നാട്ടിലൊക്കെ നടത്തിക്കണമെങ്കിൽ ഈ ശൈവരും വൈഷ്ണവരും തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ ഏതോ ഒരു വൈഷ്ണവ പറഞ്ഞു, അല്ല ശൈവം പറഞ്ഞു, ഇത് മറ്റേ വിഷ്ണുവിൻ്റെ നാമമാണ്, മറ്റൊന്നുമല്ല, കതിരൊന്നുമല്ല. അപ്പോൾ പിന്നെ ശൈവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കണ്ടായില്ല. ഇവിടെ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ വേണ്ടി പാതിരിമാർ വരുന്നത്. അവരെ കണ്ണും മൂന്നും എടുത്ത് അവർക്ക് കുരിശ് വെച്ചു. അപ്പോൾ ആ കുരിശ് മാത്രം വെച്ചു കൊടുത്തപ്പോൾ അന്നത്തെ ആളുകൾക്ക് ഒരു സുഖമില്ല. അത്രയും കാലം നമ്മൾ സൂര്യൻ ചന്ദ്രനെ വിളിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് നമുക്ക് കുരിശ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ സൂര്യൻ ചന്ദ്രനെ കൂടെ ഒന്ന് വെച്ചോന്നോ, കുരിശ് വെക്കണം എന്നുള്ളൂ. അങ്ങനെയാണ് അവിടെ ആ വിളക്കുകൾ മാറി വരുന്നത്. ഇവിടെ ഈ വിളക്കിന്റെ മുകളിലൊക്കെ മറ്റേ ഒരു പക്ഷിയെ കണ്ടില്ല. മയിലോ കുയിലോ ഒന്നും അറിയില്ല. അപ്പൊ അതിനകത്ത് ശരിക്കും പറയുന്ന മയിലും കുയിലുകളെ പക്ഷിക്ക് അവരൊരു പേര് കൊടുത്ത് നല്ല പക്ഷിയാണ്. പക്ഷെ പക്ഷി വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. ചെറിയ ഒരു കുരുവിയൊക്കെ ഉണ്ടാവും. ആ കുരുവി എന്ന് പറയുന്നത് അവര് സൺബേർഡ് എന്നാണ്. സൂര്യന്റെ പക്ഷി, സൂര്യന്റെ അംശമാണല്ലോ വെളിച്ചം തരുന്ന വിളക്കിൽ ഒരു അങ്ങനെ ആരോ ഒരു അവതത്തില്, 2-ാം നൂറ്റാണ്ടിൽ, ഇപ്പോഴൊന്നുമല്ല, 2000 കൊല്ലം മുന്നേ അത് ആരോ ഒരു അവതത്തിൽ ഒരു പക്ഷിയങ്ങ് ഉണ്ടാക്കി. പിന്നെ അത് പക്ഷി അല്ല ബാക്കിയാണ്. പിന്നെ എന്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും പക്ഷി വേണമായി. അപ്പൊ അങ്ങനെ ഈ ക്രിസ്ത്യൻസിന്റെ വിളക്കാണ് ഈ കാണുന്നത്. 2-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമില്ല. അപ്പൊ ക്രിസ്ത്യൻസിന്റെ വിളക്കിൽ ഇങ്ങനെ വന്ന സമയത്ത് അതിനകത്ത് കുരിശടയാളം പക്ഷിയൊക്കെ വന്ന സമയത്ത് പക്ഷെ അതിങ്ങനെ തുടർച്ചയായിട്ട് മുസ്ലിം ഇതെല്ലാം ഉപയോഗിച്ചു. അങ്ങനെ പേർഷ്യക്കാരാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവര് ഇവിടെ വന്നിട്ട് അവർക്ക് വേറെ ഇവിടെ ലോക്കൽ വിളക്ക് ഉണ്ടാക്കാൻ വേണ്ടി ലോക്കൽ മുസ്ലിംമാരോട് പറഞ്ഞ് ഇതുപോലെ വിളക്ക് വേണം, അതിനുള്ള പക്ഷി വേണം. ഇതെന്താലുമ്പോ പക്ഷി ഇത് കുരുവി, നമ്മളെ സുന്ദരിയായ മയിലില്ല, സുന്ദരനായ മയിലില്ല, അങ്ങനെ മയിലിനെ വെച്ചു.
ആ ആ അതാണ് മയില്. അല്ല മയില് പിന്നെയും മാറി. മയില് ഇവിടുന്ന് തെക്കേന്ത്യയിൽ വന്നിട്ട് മയില് പറഞ്ഞ് ശ്രീലങ്കയിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ രാജവംശത്തിന്റെ കൊടിയടയാളത്തിലുള്ളതാണ് ഈ പാമ്പിനെ കൊത്തിപ്പറക്കുന്ന മയില്. അല്ല പാമ്പിനെ തിന്നിട്ട് മയില് വിളക്ക് ക്ലീൻ ചെയ്തിട്ട് ആളുകളുടെ കൈയൊക്കെ മുറിയാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇതുപോലെ ചുരുട്ടി വെച്ചു. ആ ഇല്ല വേണ്ട വെയിറ്റ് ചെയ്യാൻ ഒരു പാർട്ടിയെ നോക്കിക്കൊണ്ടിരിക്കാം. വിളിച്ചിട്ട് വരണ്ടേ? അപ്പം പാമ്പ് അങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ പാമ്പിന്റെ തലയെടുത്ത് മയിലിന്റെ കൊക്കിനകത്ത് വെച്ചു കൊടുത്തു, വാലൊക്കെ അത് ചുരുട്ടി പിടിച്ച് വെച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ആ പക്ഷി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ ആളെയൊക്കെ മനസ്സിലായില്ല ഇത് പാമ്പാണെന്നും മയില് ദൈവമാണെന്നും. അപ്പൊ അവിടെ തന്നെ വായിൽ ഒരു കഷ്ണം കോണാവാനും ഇരിക്കുവാനും വെച്ചു. അറിയാത്ത പക്ഷിക്ക് അവർ പേരും കൊടുത്തു അന്നപക്ഷി. അന്നപക്ഷി എന്ന് പറഞ്ഞാല് അറിയുന്നതാണ് അന്നം. അറിയണത്തിന് വാലില്ല. അപ്പൊ ഒരു അബദ്ധങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ ഒരു ശംഖുവിളക്ക് ഉണ്ടോ? ആ ശംഖുവിളക്കില് സൂര്യന് ചന്ദ്രനുണ്ട്. ആ കാലഘട്ടത്തിലുള്ള വിളക്കാണ്. തിരി ഉപയോഗിച്ചിരുന്ന ചെറുത് സൂര്യവിളക്ക്. അപ്പൊ ഇവിടെ ഈ ചെറിയൊരു സാധനം ഉണ്ടോ? അതാണ് ഇവിടെയുള്ള ഏറ്റവും പഴയ വിളക്ക്. 2000 കൊല്ലം പഴക്കമുള്ള വിളക്ക്. റോമൻ കാലത്തിലുണ്ടായിരുന്നു. 2000 വർഷം പഴക്കം. ഇതെന്താ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. നിലവിളക്കിനുള്ള രണ്ട് മുന്നോട്ട്. അതെന്തിനാണെന്ന് അറിയാം? അത് ഏതെങ്കിലും ശ്രീകോവിലില് വിഷ്ണുവും ലക്ഷ്മി അല്ലെ ശിവനും പാർവതി ഉണ്ടെങ്കിൽ കാരണം ഒന്ന് കളിച്ച് ശിവൻ പറയും പാർവതി എന്റെ ആളാണ് നീ വയ്ക്കുമെന്ന് പറയും. ആവശ്യം ഒന്നല്ല വെച്ചില്ല അത് നിനക്ക് വെച്ചാന്ന് പറയും. കാര്യം നടക്കില്ല. അതുകൊണ്ട് ദൈവമാണെങ്കിൽ ശരി ദേശീയ പക്ഷി കോഴിയായിരുന്നു. അങ്ങനെ കോഴിയോ അടിപൊളി വിളക്കുണ്ടാക്കാനുള്ള സ്റ്റാൻഡുകൾ. അതിന്റെ മുകളിൽ ചിരാത് വെക്കാം. ഈ ചിരാതിന്റെ തിരിയത്തിൽ തന്നെ ഇതിപ്പോഴും നിലവിലും മറ്റേ ബീഹാറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 4 തിരി ചിരാത്. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇതാണ് ഇതിന് അവർ പനസ്ന്നാ പറയുക. നമ്മുടെ വീടുകളിൽ ചെറിയ ഒരു ഓട്ടൊക്കെ വെച്ചാണെങ്കിൽ ഇതുപോലെ ഒരു സാധനം ഇതിനെ വെള്ളം ചെറിയ ചിരാത്. ഇതിനൊരു പനസ്ന്ന് പറയും. ഇത് കണ്ടോ? ഇത് മറ്റേ ഇസ്ലാമിന്റെ മറ്റേ നിലവിളക്കിനുണ്ടോ? ഇവിടെ ഇത് മൈസൂർക്കാരെ വിളക്കാണ്. കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ആ ഭാഗത്തൊക്കൊന്നും വിളക്കിന് ഇതില്ല. നാരായണം അങ്ങനെ ആയിരിക്കണ്ടല്ലോ. ഇത് മഹാരാഷ്ട്രക്കാരെ വിളക്ക് തെളിച്ച് കഴിഞ്ഞാൽ 2 മണി അരിയും ഒരു നുള്ളു കുങ്കുമം കൊടുക്കും. അത് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവരുടെ ചിന്ത. അതിനാണ് ആ കണക്കിൽ കുറെ താഴെ കണ്ടിരിക്കുന്നത്.
വെള്ളമാർക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ ഇവിടെ ഇങ്ങനെ ആന്ധ്രേൻ്റെ വിളക്കുണ്ട്. ആന്ധ്രേൻ്റെ വിളക്കം തിരിച്ചാലില്ലാത്ത വിളക്കാണ്. അങ്ങനെ ഓരോരോ ടൈപ്പ് വിളക്കുണ്ട്. പ്രിയരെ, വിളക്കുകളുടെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതിനാൽ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നുള്ള കാഴ്ചകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കൂടുതൽ വിളക്കുകളുടെ അത്ഭുത ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ